Watch India's largest kids library only on Jio Hotstar. Download the app now. കണ്ണുമൂക്കൊന്നുമില്ലാതെ വണ്ടി ഓടിക്കുന്നേ. ഒരു കണക്കിന് നമ്മൾ രക്ഷപ്പെട്ടു. സെക്യൂരിറ്റി മുഴുവനും ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല ശ്രദ്ധിച്ചോളണം. ഒറ്റൊരുത്തരും രക്ഷപ്പെടാൻ പാടില്ല. മനസ്സിലായോ? ശിവ, ഒരു ചുവന്ന കാറ് വേഗത്തിൽ വന്ന് ബാരിക്കേഡിനെ പൊളിച്ചിട്ട് പോയി കളഞ്ഞു. അതിനെ എത്രയും പെട്ടെന്ന് നിർത്തണം. എനിക്ക് തോന്നുന്നു അവരെന്തോ സ്മഗ്ലിംഗ് നടത്തുന്ന ആൾക്കാരാണെന്നാ. എന്തേലും ചെയ്യണം. സർ, ഞാൻ നോക്കിക്കോളാം. ഈ കുട്ടി ഇത് എവിടെ നിന്നാണ് വരുന്നത്? കാറ് നിർത്ത്, നമുക്ക് നോക്കാമല്ലോ. എന്താണെന്ന് അവനോട് ചോദിക്കാം. ശിവ, ഞങ്ങള് കാറിന്റെ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. നീ വേഗം കൊണ്ട് വന്നേ, വേഗം. ശിവ, ഞാനിപ്പോ കാറിന്റെ മുകളിൽ തന്നെ ഉണ്ട്. ശിവ, ഞാനിപ്പോ കാറിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേഗം വന്നേ. ദേ കുട്ടി, മര്യാദയ്ക്ക് വഴിന്ന് മാറി നിൽക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. അതെ 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 അതെ, ഇതെന്താണ്? ശിവ, അവന്മാരെ വിട്ടേക്ക്. ഇവനെ പിടിക്കേ. ഇത് ഡയമണ്ട്സ് ആണ്, ഡയമണ്ട്സ്. എന്താ ഇത് വല്ലാണ്ട് കുഴപ്പമായല്ലോ. ഇനി എവിടെയാന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് അന്വേഷിക്കും. ഇത് എന്തെങ്കിലും ഒരു ഓവഴി കാണണം. ആർക്കും സംശയം അങ്ങോട്ട് പാടില്ല. ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോസ്, എന്താന്ന് വെച്ച കാര്യം പറ. ബോസിന്റെ അടുത്ത് എന്ത് ഐഡിയ ഉള്ളത്? ഒരു സ്കൂളിൽ ഡയമണ്ട്സിന്റെ ഫാക്ടറി ഇടാന്നാ പറയുന്നേ. കൊള്ളാം, വളരെ നന്നായി ബോസ്, വളരെ നന്നായി. വേദ ഇന്റർനാഷണൽ സ്കൂളിൽ ഇന്ന് രാത്രി മുതൽ ക്ലാസ് തുടങ്ങിയിരിക്കുന്നു. പകൽ വന്ന് പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് രാത്രി പഠിക്കാം. ഇത് നല്ലൊരു ഐഡിയയാണ്. ഓ വൗ, നമ്മുടെ സ്കൂളിൽ നൈറ്റ് ക്ലാസ് തുടങ്ങിയെന്ന് കേൾക്കുന്നു. ശരി, രാത്രി ഒന്ന് പോയി നോക്കാം. ആ ലഡ്ഡു സിംഗിന് ഒരു അഡ്മിഷൻ മേടിച്ചു കൊടുക്ക്. കുറച്ചെങ്കിലും വിവരം പഠിക്കട്ടെ. ഈ സന്തോഷാവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടിത്തരാം. എവിടെ പോയി?
സാറേ സാറ് പറഞ്ഞ മാതിരി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. തന്നെയാണ് രാത്രി പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ബാഗിലിട്ട് കൊടുക്കേ. ബോസ് എണീക്ക്, കുട്ടികൾ വരാനുള്ള സമയമായി. വേഗം കുട്ടികളെ ഇങ്ങ് അയക്കേ. ആ വന്നോ? വെരി ഗുഡ്. നിങ്ങളുടെ ബാഗ് ബാഗ് തുറന്ന് കാണിക്ക്, ഓരോന്ന് കൊണ്ടുപോ. നിങ്ങൾ ആരെയും സംശയിക്കില്ല. ഞങ്ങള് പറഞ്ഞ സ്ഥലത്ത് എല്ലാ സാധനങ്ങളും കൊണ്ടെത്തിക്കണം. മനസ്സിലായോ? ഞങ്ങൾക്ക് മനസ്സിലായി ബോസ്. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഡയമണ്ട്സ് ബാഗിൽ ഒളിപ്പിച്ച് കൊണ്ടുപോകണം. എന്നിട്ട് സിറ്റിയുടെ പുറത്ത് സ്മഗ്ലിംഗ് ചെയ്യണം. അത്രയല്ലേ ഉള്ളൂ. ആ ബോസിന്റെ പ്ലാനൊക്കെ കൊള്ളാം കേട്ടോ. ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഡയമണ്ട് സ്കൂളിനകത്തുള്ള ഫാക്ടറിയിൽ ഉണ്ടെന്നുള്ള കാര്യം പുറത്താർക്കും അറിയില്ല സാറേ. ഞങ്ങൾ ആരോടൊട്ട് പറയേയില്ല. ഒരു കാര്യം ഞാൻ പറയാ. ഏത് കാര്യ ബോസ്? ചെല്ലേ. ഹലോ ഫ്രണ്ട്, ഐ ആം ശിവ. അതിനിപ്പോ ഞാൻ തോണം. ശിവ, അവൻ സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. ഹലോ ഫ്രണ്ട്, ഞങ്ങളും ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളാ. ഇന്ന് നിങ്ങളുടെ ആദ്യത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ കുഴപ്പമില്ലായിരുന്നു. ശരി, എന്തൊക്കെ പഠിപ്പിച്ചു? എല്ലാം പഠിച്ചു. അല്ല, ഇവന്മാര് സംസാരിക്കുന്ന പോലുമില്ലല്ലോ. നിങ്ങളോട് എന്താ പഠിപ്പിച്ചെന്ന് ചോദിച്ചില്ലേ? ആദ്യമേ പറഞ്ഞില്ലേ എല്ലാം പഠിപ്പിച്ചു എന്ന്. എന്തിനാ വെറുതെ ഇങ്ങനെ ശല്യം ചെയ്യണേ? ഇത് കുട്ടിയാണെന്ന് തോന്നുന്നില്ല. മുഖം കണ്ടിട്ട് കുട്ടിയെ പോലെയുണ്ട്, പക്ഷേ ശബ്ദം കേട്ടിട്ട് എനിക്ക് സംശയമുണ്ടല്ലോ. ഇവരെന്തൊക്കെയോ എന്നെ പറയുന്നു. വല്ലാതെ ശല്യം ചെയ്യുന്നു. ഓടിവാ. എന്തിനാണ് നീ എന്റെ കൂട്ടുകാരെയൊക്കെ ശല്യം ചെയ്യുന്നത്? ഒറ്റ ഇടിയെന്നോണ്ടല്ലേ? അല്ല, നീയും വലിയ ആളെ പോലെയാണ് സംസാരിക്കുന്നത്. നീയൊന്ന് സംസാരിച്ചു നോക്കിയേ. ആ കുട്ടി അഭിനയിക്കുകയാണ്. ശരിക്കും വലിയ ആളെ പോലെ ശബ്ദമുള്ളത് അതിന്. എന്താ നീ പറഞ്ഞേ? മേലെ എന്റെ കൂട്ടുകാരെ ശല്യം ചെയ്യാൻ പാടില്ല. ഞങ്ങൾ തിരിച്ചൊന്നും ചെയ്യാത്ത കൊണ്ട് പേടിത്തൊണ്ടന്മാരാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. അല്ല, ഞങ്ങളുടെ കൂട്ടുകാരെ കളിയാക്കുമ്പോ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു വിചാരിച്ച. ആഹാ. അല്ല, നീ എന്തിനാ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടി വരുന്നത്? എന്തിനാ ഞങ്ങൾ വെറുതെ വിട്? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നീ ഒന്ന് പൊയ്ക്കുന്നത്. ഹലോ ലഡു സിംഗ് സാർ. ശിവ, എന്താ പറ്റിയത്? ഞങ്ങൾ കുട്ടികളോട് സ്കൂളിൽ എന്താ പഠിപ്പിച്ചെന്ന് ചോദിച്ചു സർ. അവരപ്പോ ഞങ്ങളെ തല്ലാൻ തുടങ്ങി. അതിലൊരു കുട്ടിയുടെ ശബ്ദം മുതിർന്ന ആളെ പോലെ ഉണ്ടായിരുന്നു. അത് അവന്റെ തൊണ്ടയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടാവും. യു ഡോണ്ട് വറി. ഞാൻ നാളെ രാത്രി സ്കൂളിലേക്ക് വന്നിട്ട് ചെക്ക് ചെയ്തോളാം. അവര് ശരിക്കും കുട്ടികളല്ല. അതില് ഒരാളുടെ ശബ്ദം മുതിർന്ന ആളുകളെ പോലെ ഉണ്ടായിരുന്നു ശിവ. ഇന്ന് രാത്രി ലഡു സിംഗ് സാർ പോയി നോക്കുമല്ലോ. നമുക്ക് സ്കൂളിന്റെ പുറത്ത് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ലഡു സിംഗ് സാർ ഇവിടെ വന്ന് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾ ആ കുട്ടികളുമായിട്ട് പറഞ്ഞത്? വഴക്കിടാൻ അല്ലേ ബോസേ? അതെ, വഴക്കുണ്ടാക്കുമ്പോ ആളുകൾക്ക് നമ്മളോട് സംശയം തോന്നും. ഇനിയിപ്പോ ഈ സ്ഥലവും വിടേണ്ടി വരും. ശരിയല്ലേ ബോസേ? ശിവയും അവന്റെ കൂട്ടുകാരെയും ഇവിടെ ആരാണ് തല്ലിയത്? വേഗം പറ.
ഇവിടെ നിൽക്കുന്നവരിൽ ആരാണ് അവരെ തല്ലിയതെന്ന്? സാറേ അവൻ വല്ലാത്തൊരു ഫൈറ്ററാ, അതുകൊണ്ട് നമുക്ക് അവനെ തല്ലാനൊന്നും പറ്റിയില്ല. അവനെ പകരം ഞങ്ങൾക്കിട്ടാ തന്നത്. സാറിന് അറിയോ, ഇടിച്ചു പഞ്ചറാക്കി കളഞ്ഞു. പറ അവന്മാര് നിങ്ങളെ എങ്ങനെ തല്ലിയതെന്ന് വേഗം പറ. ഞാനല്ലേ അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. പറ, വേഗം പറ. അതെ, പറയാനാ പറഞ്ഞത്, അല്ലാതെ കാണിച്ചു തരാണ്. അതെ, ഇതൊന്ന് നിർത്തുന്നുണ്ടോ? എന്താ, ഞാൻ വല്ല പഞ്ചിങ് ബാഗാണോ? എന്തിനാ എന്നിട്ടിങ്ങനെ തല്ലുന്നത്? സാറേ ഞങ്ങൾക്ക് സാറിനെ അടിക്കാനായിട്ടുള്ള ധൈര്യമൊന്നുമില്ലല്ലേ. സാർ എന്താ ഈ പറയുന്നേ? അവൻ ഞങ്ങളെ തല്ലിയത് കാണിച്ചു തന്നതല്ലേ. അവസാനത്തെ പല്ലിതാ ഇങ്ങനെയായിരുന്നു. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ട്രെയിനിങ് കൊള്ളാം. യു ആർ ദ ഗ്രേറ്റ്. അപ്പോ ഞങ്ങൾ ഒന്നുകൂടി ട്രെയിൻ ചെയ്യണോ? വരാം, ഞാനും നിങ്ങൾക്കിട്ട് ശരിക്കും തരും. നിങ്ങളെ വെറുതെ വിടില്ല, കാണിച്ചു തരാം. ലഡു സിംഗ് സാർ എന്താ പറ്റിയത്? അത് പിന്നെ ഒന്നുമില്ല. നല്ല കുട്ടികളാണ്, പഠിക്കാൻ വന്നിരിക്കുകയാണേ. നല്ല പഠിക്കുന്നുണ്ട്. അതേന്നേ. ലഡു സിംഗ് സാർ, സത്യം എന്താണെന്ന് വെച്ചാ പറയോ. അകത്ത് എന്താ സംഭവിച്ചേ? സാറെന്തിനാ ഇങ്ങനെ ഞൊണ്ടി വരുന്നേ? അതെ, അവന്മാരിട്ടെന്നെ ശരിക്കും പെരുമാറി. എന്നെ ഇടിച്ച് അവന്മാര് ചമ്മന്തിയാക്കി. ശരിക്കും കുരുത്തം കെട്ട കുട്ടികളാണ് ശിവ. ശരീരത്തിലെ എല്ലൊക്കെ അവന്മാര് തല്ലി പൊളിച്ചു. ലഡു സിംഗ് സാറേ, തീർച്ചയായും എന്താ കുഴപ്പമുണ്ട്. ഞാൻ ചെന്ന് നോക്കട്ടെ. ഇതെന്താ, മെഷീനുകളുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നേ. ബോസേ, ആ ശിവ എന്ന ചെറുക്കൻ ദാ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. എന്താ ചെയ്യാ? ആ ശിവയെ പിടിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവരണം അല്ലേ? ശരിയല്ലേ ബോസ്? ഓക്കേ ബോസേ, ദാ അവൻ വന്നു. ഇനി അവനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കുട്ടി, നിന്റെ പ്രോബ്ലം എന്താ? കുട്ടി, നിന്റെ പ്രോബ്ലം എന്താന്നാ ചോദിച്ചത്? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ഈ സ്ഥലം സുരക്ഷിതമല്ല. വേറെ സ്ഥലത്തേക്ക് പോകാം അല്ലേ ബോസ്? പിടിക്കൂ അവരെ. ഈ സ്ഥലം നമ്മുടേതാ. അവനെ കൊണ്ടുപോ. ഈ സ്ഥലം ഓ, അപ്പൊ നിങ്ങൾ കുട്ടികളല്ല അല്ലേ? ഇനി ധൈര്യമായിട്ട് വന്നോ. ഞാൻ കുട്ടികളെന്ന് വിചാരിച്ചിട്ടാ ചെയ്യാതെ ഇരുന്നത്. ബോസേ, ഒന്ന് എടുക്ക് ബോസേ. നമുക്കിവിടുന്ന് പോവാം. എന്റെ ബോസേ, ഇങ്ങനെ ഉറങ്ങല്ലേ ബോസേ. ലഡു അങ്കിൾ വന്നല്ലോ. ഞങ്ങൾക്ക് പേടയും ലഡു തരുമോ? ഞങ്ങൾക്ക് ലഡുവും പേടയും തരുമോ അങ്കിൾ?
മതി. അല്ലല്ലേ? വേണ്ട. ശിവ, രക്ഷിക്കണേ. ഇവന്മാര് തല്ലുന്നത് കണ്ടില്ലേ? ലഡു സിംഗ് സർ, അവരെ അറസ്റ്റ് ചെയ്യ. ഞാൻ ഇപ്പൊ തന്നെ വരാം. അല്ല, അവൻ സൈക്കിള് ചവിട്ടുന്നുണ്ടല്ലോ. ശിവ, എന്ന് തന്നെ ഞാൻ വിടില്ല. ആണോ? ബോസ്, പൈലറ്റ് വെള്ളത്തിൽ വീണു. ഈ ഹെലികോപ്റ്ററിന് ബോസിന് മാത്രമേ ഓടിക്കാൻ പറ്റൂ. വേഗം പൈലറ്റിന്റെ സീറ്റിൽ പോയിരിക്കേ. ഞാൻ തന്നെ ഓടിക്കാം. ഇങ്ങനെ കിടന്ന് ഉറങ്ങലെന്റെ ബോസ്. ഇങ്ങനെ ഉറങ്ങിയാ പിന്നെ ഒരിക്കലും ഉണരേണ്ടി വരില്ല. അങ്ങനെ എണീപ്പിച്ചോണ്ടിരുത്തോ. എനിക്ക് വള്ളത്തിൽ പോണോന്നില്ല. അവനെ വെറുതെ വിടരുത്. അവനെ അടിച്ച് ഓടിച്ച് അവനെ. ബോസേ, ബോസേ എണീക്ക്. ബോസേ, എനിക്ക് ബോസേ. എനിക്ക് ബോസേ, എനിക്ക് ബോസ് ഒന്ന് എനിക്ക്. ബോസേ, അല്ല, എണീക്കാനാ പറഞ്ഞത്. പോകാനായിട്ട് നമുക്ക് വേഗം തീരെ എണീക്ക് ബോസേ. ഉണ്ടല്ലോ. ബോസ്. ഇപ്പൊ ഒന്ന് എനിക്ക് ബോസ്. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? ദാ പോയി. അങ്കിൾ, ഫൈറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണോ? ഒന്ന് അറസ്റ്റ് ചെയ്താൽ മാത്രം മതി. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ജയിലിൽ എനിക്ക് കിടന്ന് ഉറങ്ങാം. എന്നത് ഉറങ്ങാനേ സമ്മതിക്കുന്നില്ല. ഞാനൊന്ന് ഉറങ്ങട്ടെ. You are under arrest. Thank you, ശിവ. Thank you very much. നീ ഡയമണ്ട് സ്മഗ്ലറിനെ പിടിച്ചത് മൂലം വലിയൊരു കാര്യം തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവനെ കുറെ ദിവസമായി അന്വേഷിക്കുന്നു. അതേന്നെ വന്നേ, നമുക്കിഞ്ഞ് ലോക്കപ്പിനകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. Watch India's largest kids library only on Jio Hotstar. Download the app now.